ഓ ഭീഷണിയോ? എന്നാ ഞങ്ങൾ പോകുന്നില്ല അല്ലേ ദേവു? അതെ, ഭീഷണിയിൽ വീഴുന്നവരല്ല ഞങ്ങള്. ഞാനൊരു കോമഡി പറഞ്ഞതാണോ? നിങ്ങൾ വേഗം കല്യാണത്തിന് പോവാൻ നോക്ക്. അതെ, വേഗം പൊക്കോ, മുഹൂർത്തം കഴിയുമ്പ്. I have always a plan B. പിന്നെ വാതിൽ അടച്ചിട്ടില്ല, ഗേറ്റ് മാത്രമേ പൂട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് പൂച്ച കയറാതെ നോക്കണം. അപ്പൊ വാതിലടച്ചിട്ടും കാര്യമില്ല, അവന്റെ ഈ ബോംബുണ്ട്. അതെ, അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. നമുക്ക് പുറത്തിറങ്ങി നിന്നാലോ? ഉണ്ണിമോള് വരുമ്പോ കാര്യം പറയാം, അവരകത്ത് കയറ്റണ്ട. ഓ, എന്നാലും ഒരു കാര്യമില്ല. പിന്നെ അവന്റെ ഉദ്ദേശം അത് കൊലപാതകമൊന്നുമല്ല. പിന്നെ അല്ലാതെന്താ? വീട് കത്തിക്കലാണ് അവന്റെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ ആരുമില്ലാത്ത പാവം വന്നത്. ഞാനും പിന്നെ ചേച്ചിയും തീയും, അത് കഴിഞ്ഞ് മാമനും, പിന്നെ ലാസ്റ്റ് അമ്മയെല്ലാം യാദൃശ്യമായിട്ട് വന്ന് പെട്ടതല്ലേ. അത് ശരിയാ. മാത്രല്ല, ഈ വീട് കത്തി നശിച്ചു പോയിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതെ, അതുകൊണ്ട് ആദ്യം നമുക്ക് അവൻ ആരാണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് അവൻ എന്തിനത് ചെയ്യണേന്നും, എന്നാലേ ഇതിനൊരു പരിഹാരം കാണാൻ നമുക്ക് പറ്റും. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിനൊക്കെ കൂടി നമുക്ക് ആകെ 30 മിനിറ്റല്ലേ കിട്ടുന്നുള്ളൂ. എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ 15 മിനിറ്റ് വേണം. ബാക്കി 15 മിനിറ്റിലല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഈ 15 മിനിറ്റ് 30 മിനിറ്റ് ആക്കിയാലോ? അമ്മയും ടീമും ഇറങ്ങുന്ന സമയത്ത് മാമൻ ഇവിടെ എത്തണം. അതെങ്ങനെ എത്തും? എനിക്ക് നിന്നെ പോലെ കഴിഞ്ഞു പോയ ലൂപ്പൊന്നും ഓർമ്മയില്ലല്ലോ. പിന്നെ നീ ഫോൺ വിളിച്ചാലേ എനിക്ക് എത്താൻ പറ്റുള്ളൂ. അതിനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാമൻ ആ മൊബൈലിലെ കലണ്ടർ എടുത്തിട്ട് ഇവന്റ് അലാറം സെറ്റ് ചെയ്തേ. ഇന്ന് രാവിലെ 9 മണിക്ക്. അതെങ്ങനെ പറ്റും? ഇപ്പൊ തന്നെ സമയം 10 മണി കഴിഞ്ഞു. കഴിഞ്ഞു പോയ സമയത്തിന് എങ്ങനെ അലാറം വെക്കാൻ പറ്റും? വഴിയുണ്ട്. മാമൻ ഫോണിന്റെ സെറ്റിങ്സ് എടുക്ക്, ഞാൻ പറഞ്ഞുതരാം. ഫോണിന്റെ കൺട്രി മാറ്റി അമേരിക്കയാക്ക്. ഓക്കെ, ആക്കി. ഇനി ടൈം സോൺ അമേരിക്കയിലെ ഏതെങ്കിലും രാജ്യത്തിലോട്ട് മാറ്റി. മാറ്റിയോ? സമയം പുറകോട്ട് പോയി. രാത്രി 12:40. ഇവിടെ ഇപ്പൊ 10:10. നമ്മുടെ നാട്ടിലേക്കാളും 9.5 മണിക്കൂർ പിന്നിലാണ് അവിടെ. ഇനി ഇവന്റെ അലാറം വെച്ച് നോക്കിയേ, രാവിലെ 9 മണിക്ക്. എടി മിടുക്കി, നിന്റെ ബുദ്ധി ഇപ്പൊ അലാറം വെക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി മാമൻ അലാറം കേട്ട ഉടനെ പുറപ്പെട്ടാൽ കറക്റ്റ് അമ്മ ഇറങ്ങുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഇവിടെ എത്തും. ഓക്കെ, ഞാൻ കാര്യങ്ങളൊക്കെ ഇവന്റെ നോട്ടിൽ വിശദാക്കി എഴുതിയട്ടെ. അല്ലെങ്കിൽ നാളെ എനിക്ക് അലാറം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അല്ല, അപ്പൊ നെക്സ്റ്റ് ലൂപ്പ് വരുമ്പോ ഈ അലാറം വെച്ച് പോകൂലേ? ഇല്ല, അലാം പോവില്ല. പക്ഷെ ടൈം സോൺ വീണ്ടും ഇന്ത്യയുടെ ആവും. അലാം അവിടെ കിടക്കും. അപ്പൊ കറക്റ്റ് സമയത്തിന് അലാറം അടിക്കും. എല്ലാം സെറ്റ്. ഇനി എന്താ പ്ലാൻ? പ്ലാൻ നാളെ അമ്മ ഇറങ്ങുന്ന സമയം മാമനിവിടെ എത്തി അവര് കാണാതെ എവിടെയും ഒളിച്ചു നിൽക്കണം. ആ, അത് ഞാൻ ഇവന്റെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓക്കെ, സെറ്റ്. ഇനി എന്ത് ചെയ്യും? അവൻ വരാൻ സമയമായിട്ടുണ്ട്. അവന്റെ ഹെൽമെറ്റ് ഒന്ന് അഴിഞ്ഞു കിട്ടിയ ആളാരാന്നറിയാമോ? എന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ഈസി ആവും. അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് ശ്രമിക്കാം. എന്തായാലും തീ പിടിച്ചാവും. അതിനു മുമ്പ് ഒരു കൈ നോക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് അടുക്കളയിൽ പോയി ഒളിച്ചിരിക്കാം. ഇനി 1 മിനിറ്റോളം അവൻ വരാൻ. വാ. ഓക്കെ, ഇന്നത്തോടെ കാര്യങ്ങൾ നമുക്ക് തീരുമാനമാക്കണം. മാമനോട് വിളിച്ചോ, ഞാൻ അവിടെ വിളിക്കാം. ആ കസേരയുടെ താഴെ വിളിച്ചോ. അവനെത്തിയെന്ന് തോന്നുന്നു മാമ.
your blood like. Freaks of the night coming out of your blood like. ഈ സമയത്ത് തന്നെ ഞാൻ അലാറം വെച്ചത്. റിമൈൻഡറാണല്ലോ. അർജുൻ അറിയാൻ അർജുൻ തന്നെ നോട്ട് ചെയ്യുന്നത്. ഞാനൊരു ടൈം ലൂപ്പിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത് വായിച്ചാലുടൻ ഉണ്ണിമോടെ വീട്ടിലേക്ക് ചെല്ലണം. ബിഫോർ 9:45 AM. എന്നിട്ട് അവർ കാണാതെ പുറത്ത് ഒളിച്ചു നിൽക്കണം. അവർ കല്യാണത്തിന് പോകും. അപ്പോൾ അകത്ത് കയറി നിക്കിയെ കാണണം. ബാക്കി അവൾ പറയുന്നത് പോലെ ചെയ്യണം. ഇതാരോ പ്രാങ്ക് ചെയ്യാൻ വെച്ചതാണല്ലോ. അത് നമ്മളെ ദേവന്റെ പണിയായിരിക്കും. പോയിട്ട് വേഗം വരണം കേട്ടോ. പിന്നെ വാതിലടച്ചു. കേട്ട് കേട്ട് മടുത്ത്. നിങ്ങളൊന്നും പണയണ്ട, എനിക്ക് പരിപാടികളുണ്ട്, ഞാൻ പോണം. ആ മാമ വേഗം പറ, ആരായിരുന്നു ആ ഹെൽമെറ്റ് ധരിച്ചവൻ? ഹെൽമെറ്റ് ധരിച്ചാണോ? അതായി കഴിഞ്ഞ ലൂപ്പിലും മാമൻ ഹെൽമെറ്റ് ഊരി നോക്കിയില്ലേ? അവന്റെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത്. ആ എനിക്കറിയത്തില്ല. നീ കാര്യം എന്താ പറ. എന്ത് രൂപ അത്? എനിക്കൊട്ട് കാണാനും പറ്റിയില്ല. പുല്ല്. മാമ ശ്രദ്ധിച്ച് കേൾക്കണം. അകത്ത് കയറി ബാക്കി അവൾ പറയുന്ന പോലെ. എനിക്ക് പറ, എന്തൊരു വഴി? എന്റെ ഒരു പ്ലാനുണ്ട്. നടക്കുമെന്നറിയില്ല, പക്ഷെ നമുക്ക് ശ്രമിക്കാം. നോക്കാം. എല്ലാം നീ പറയുന്ന പോലെ. എന്താ പ്ലാൻ? ഇപ്പം നഷ്ടപ്പെട്ട 5 മിനിറ്റ് കഴിച്ച് ബാക്കി 25 മിനിറ്റ് ഉണ്ട് നമുക്ക്. ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. ആദ്യത്തേത്, ഇപ്പം വരാൻ പോകുന്നവനെ അവൻ അകത്ത് കയറി അടുക്കളയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് കൊല്ലണം. അയ്യോ, അങ്ങനെ ചെയ്ത രൂപ തരും. പിന്നെ ഈ കൊലപാതകം നമ്മളെ തലയിരിക്കും. പിന്നെ നമ്മളല്ല ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. നീടാവുകാണ്ട് രക്ഷപ്പെടും. എന്താ രണ്ടാമത്തെ ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ അത് ടെക്നിക്കലി നടക്കുമെന്നറിയില്ല. നീ പറ ആദ്യം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതിപ്പം ഞാൻ പറഞ്ഞ മാമന് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഡൗട്ട്. എന്നാലും ഞാൻ പറയാം. പറ. ഇനി 20 മിനിറ്റ് കൂടി ഉള്ളൂ. അതെന്താന്ന് വെച്ചാ, രാവിലെ 9:45 അമ്മ ഗേറ്റ് തുറക്കുന്നിടത്താണല്ലോ ലൂപ്പ് തുടങ്ങുന്നത്. ഇന്നിപ്പം മാമൻ അതിൻ്റെ 5 മിനിറ്റ് മുമ്പേ എത്തി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ ഇതേ സംഭവം നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഇവൻ്റെ എല്ലാം ഇന്ന് നമുക്ക് രാവിലെ 7 മണിക്ക് വെക്കണം. അതെങ്ങനെ പറ്റും? കഴിഞ്ഞു പോയതിന്റെ അലാറം വെക്കാൻ പറ്റില്ലല്ലോ. കൊല്ല്. ഞാൻ ഈ സെയിം കാര്യം ഇനി എത്ര തവണ പറയേണ്ടി വരുമോ? എൻ്റെ അത്തിപ്പറമ്മച്ചി. മാമ, ഞാനത് പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊന്ന് കേക്ക്. ഓക്കെ പറ.
7 മണിക്ക് അലാറം അടിക്കുമ്പോൾ തന്നെ മാമൻ ഇങ്ങോട്ട് പുറപ്പെടണം. 7:15 ഇവിടെ എത്തണം. എന്നിട്ട് ഞങ്ങളെല്ലാരെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് എന്നെ. നിന്നെയോ? നിനക്ക് കാര്യങ്ങളൊക്കെ അറിയണമല്ലേ, പിന്നെന്തിനാ? എന്റെ മാമൻ ഇതുവരെ ലൂപ്പിനെ കുറിച്ചൊന്നും മനസ്സിലായില്ലേ? 9:45-നും 10:15-നും ഇടയിൽ നടക്കുന്ന 30 മിനിറ്റ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മ നിൽക്കൂ. ആ അത് ശരി. അല്ല, അപ്പൊ വേറൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? എനിക്ക് രാവിലെ എണീക്കുമ്പോ ഈ കാര്യങ്ങളൊന്നും ഓർമ്മയാണില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? സാധാരണ ഞാൻ ഇവിടെ വന്ന ശേഷം നീയല്ലേ എനിക്ക് പറഞ്ഞു തരാറ്. അത് മാമന്റെ കഴിവും ബുദ്ധിയൊക്കെ പോലെ ഇരിക്കും. ഇതിലെന്ത് കഴിവ്, എന്ത് ബുദ്ധി? എന്തായാലും അത് മാമൻ തന്നെ കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഒരു ഐഡിയ. എനിക്ക് ഒന്നും അങ്ങോട്ട് കത്തുന്നില്ല. ഒരു വഴിയുണ്ട്, ഞാൻ നോക്കട്ടെ. എന്താ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പോ. ഇതുവല്ലോ നടക്കുവോ? ഇനി നീ കഴിഞ്ഞു പോയ സമയത്ത് എങ്ങനെയാണ് അലാറം വെക്കുന്നത് പറഞ്ഞ? ഫോണിലെ സെറ്റിംഗ്സ് ഓണാക്ക്. ഇനി കണ്ട് ചേഞ്ച് ചെയ്ത് അമേരിക്ക. എന്തായി? എല്ലാം സെറ്റ്. ഇത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നമുക്ക് നോക്കാം. അപ്പം ഇനി എന്താ പരിപാടി? അവൻ വരാൻ 3 മിനിറ്റ് കൂടി. നീ വന്നേ. എന്തിനാ ഇനി അവന്റെ കൈയോട് ചാവണത്? പിന്നെ വേറെന്താ പ്ലാൻ? എന്തിനാ അടുക്കളയിലോട്ട് പോകുന്നത് ഇനി? എന്തിനാ ഗ്യാസ് തുറക്കുന്നത്? എന്താ പരിപാടി? എന്താ മാമ ഗ്യാസിന്റെ മണം? മാമ ഹായ് അർജുൻ, ഇത് നീ തന്നെയാണ്. ഇന്നലെ നീ എടുത്ത നിന്റെ തന്നെ വീഡിയോ. ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും നീ വിശ്വസിച്ചേ പറ്റൂ. കാരണം നിന്റെ പെങ്ങളും കുട്ടികളും വലിയൊരു അപകടത്തിലാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീയും നിക്കിയും ഒരു ടൈം ലൂപ്പിലാണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നീ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ വീഡിയോ കഴിഞ്ഞ ലൂപ്പിൽ നീ തന്നെ എടുത്ത് നീ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. ഇനി ഞാൻ പറഞ്ഞ ഒന്നും നിന്റെ തല കയറിയിട്ടില്ലെങ്കിലും നീ ഇപ്പം തന്നെ നിന്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് ചുവന്ന കളറിൽ വെള്ളപ്പൂക്കളുള്ള ചുരിദാറിട്ട് നിൽക്കുന്ന അവളോട് നീ പറയണം, അവർ ഒരു ലൂപ്പിലാണെന്നും ഇന്ന് കൃത്യം 9:45 അവർ പോകാനിറങ്ങി ഗേറ്റ് അടയ്ക്കുമ്പോൾ ലൂപ്പ് ആരംഭിക്കുകയും കൃത്യം 30 മിനിറ്റ് തികയുമ്പോൾ ഒരാൾ വന്ന് വീട് കത്തിക്കുകയും ചെയ്യുമെന്ന്. അത് തടഞ്ഞ് ലൂപ്പില്ലാതാക്കാൻ നിങ്ങൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. പിന്നെ 9:45 മുതൽ നിക്ക് ലൂപ്പ്, പിന്നെ എല്ലാം ഓർമ്മയാണ്. നിനക്ക് നിന്നെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറപ്പെടണം. ഹലോ, എന്താ ഏട്ടാ? ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ആ കവർ ഇങ്ങോട്ടെടുത്തേ. പിന്നെ നീ ഇന്ന് ചുവന്ന കളറിൽ വെള്ളപ്പൂക്കളുള്ള ചുരിദാറാണോ കല്യാണത്തിടുന്നത്? ആ അതെ. ചേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? ഇത് കൊറിയർ വന്നത് ഞാൻ ഇന്ന് ഓപ്പൺ ആക്കിയതേ ഉള്ളല്ലോ. അത് ഞാൻ ഊഹിച്ചതാ. ആ ശരി ശരി ശരി. ജവനി, എന്താണ് ഈ ടൈം ലൂപ്പ്? ടൈം ലൂപ്പ് എന്നാൽ സമയം ഒരു പ്രത്യേക ബിന്ദുവിൽ കുടുങ്ങുകയും
അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കല്പിക പ്രതിഭാസമാണ്. ഇതിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരും. ഇതിൽ ഒരു കഥാപാത്രം ഒരേ സമയം തുടർച്ചയായി അനുഭവിക്കുന്നതായി കാണുന്നു. ഈ കഥാപാത്രം മരിക്കുന്നതുവരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതുവരെ ഇത് തുടരുന്നു. നീ എന്താ ഇവിടെ? എന്റെ വണ്ടി ഒന്ന് പഞ്ചറായി. ചേട്ടൻ ടൗണിലേക്കാണോ? ആ എന്നെ ഡ്രോപ്പ് ചെയ്യും. വേഗം കയറി.